പടന്നക്കാട് നെഹ്റു കോളേജ് ജൂൺ 27-28 തീയതികളിൽ സംസ്ഥാനതല അണ്ടർ 15 ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നു. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആദ്യത്തെ 4 സ്ഥാനക്കാർ സെപ്റ്റംബറിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ യോഗ്യത നേടുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ചെസ് ടെക്നിക്കൽ കമ്മിറ്റി, കാസർഗോഡ് ജില്ലാ ചെസ് അസോസിയേഷന്റെയും പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെയും സഹകരണത്തോടെയാണ് ജൂൺ 27-28 തീയതികളിലായി അണ്ടർ 15 ചെസ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ബോയ്സ് ഓപ്പൺ, ഗേൾസ് വിഭാഗങ്ങളിലായി സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ കേരളത്തിലെ 14 ജില്ലാ സെലക്ഷൻ ടൂർണമെന്റുകളിൽ നിന്നും വിജയികളായ 100-ലധികം ചെസ് താരങ്ങൾ മത്സരിക്കാനെത്തുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ ഈ വരുന്ന 27-28 തീയതികളിൽ ശനി ഞായർ തീയതികളിൽ സ്റ്റേറ്റ് അണ്ടർ 15 സബ് ജൂനിയർ കാറ്റഗറിയാണ്. ഓപ്പൺ കാറ്റഗറി ഉണ്ട്, ഗേൾസ് കാറ്റഗറി ഉണ്ട്. അങ്ങനെ സ്റ്റേറ്റിലെ ഓരോ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 8 പേർ വീതം, 4 പേർ ഓപ്പൺ കാറ്റഗറി, 4 പേർ ഫീമെയിൽ കാറ്റഗറി. ആ 8 പേരാണ് വരുന്നത്. ഏകദേശം 112ഓളം പേർ പങ്കെടുക്കുന്ന ഒരു ഈവൻ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് അതിന് ആതിഥ്യം വരുന്നതും. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജും അതേപോലെ തന്നെ കാസർഗോഡ് ചെസ് അസോസിയേഷനും കൂടി സംയുക്തമായിട്ടാണ്. ഇത് സ്റ്റേറ്റ് ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഇത് അണ്ടർടേക്കൺ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. സ്റ്റേറ്റ് ടെക്നിക്കൽ കമ്മിറ്റി, അത് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ അണ്ടറിലാണ് ഈ ടെക്നിക്കൽ കമ്മിറ്റി ഉള്ളത്. അവരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യൽ ടൂർണമെൻറ്റ് കൂടിയാണ്, സ്റ്റേറ്റ് സർക്കാരിൻ്റെ ഒഫീഷ്യൽ ടൂർണമെൻറ്റ് കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നവരാണ് ഇനിയിപ്പോൾ നാഷണൽ ലെവലിലേക്ക് പോകേണ്ടത്. ഇതിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന 8 പേർ വരും. 4 ഓപ്പൺ കാറ്റഗറി, 4 ഫീമെയിൽ കാറ്റഗറി. അങ്ങനെ 8 പേർക്ക് നാഷണൽ കാറ്റഗറിയിൽ നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയും. 27 രാവിലെ 9 മണിക്ക് നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ നെഹ്റു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PV റീജ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഫിസിക്കൽ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ MK സുധീഷും സംബന്ധിക്കും. സ്വിസ് ലീഗ് സിസ്റ്റം ക്ലാസിക്കൽ ഫോർമാറ്റിൽ 7 റൗണ്ട് മത്സരങ്ങളാണ് 2 ദിവസങ്ങളിലായി നടക്കുക. ആദ്യ ദിനത്തിൽ 4-ഉം രണ്ടാം ദിനത്തിൽ 3-ഉം റൗണ്ടുകളുണ്ടാകും. ചാമ്പ്യൻഷിപ്പിൽ ബോയ്സ് ഗേൾസ് വിഭാഗങ്ങളിൽ വിജയികളാകുന്ന ആദ്യ 4 സ്ഥാനക്കാർ സെപ്റ്റംബറിൽ നടക്കുന്ന നാഷണൽ ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ യോഗ്യത നേടും. മാത്രമല്ല, ഇരു വിഭാഗങ്ങളിലും ആദ്യത്തെ 12 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ട്രോഫികളും സമ്മാനിക്കും. മറ്റു മത്സരാർത്ഥികൾക്ക് മെഡലുമുണ്ട്. പങ്കെടുക്കുന്നവർക്കെല്ലാം സാക്ഷ്യപത്രവും നൽകും. 28 വൈകിട്ട് 4 മണിക്ക് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ P രഘുനാഥ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. സമാപന ചടങ്ങിൽ നെഹ്റു കോളേജ് മാനേജറും NMES സെക്രട്ടറിയുമായ K രാമനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അന്താരാഷ്ട്രതല ചെസ് മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ നടത്തി ഫിഡെ മാസ്റ്റർ പദവി കരസ്ഥമാക്കിയ അർപ്പിതസ് ബിജോയ്, 3 NOM പൂർത്തിയാക്കി ഇന്റർനാഷണൽ മാസ്റ്റർ പദവിക്ക് തൊട്ടരികെ നിൽക്കുന്ന നിതിൻ ബാബു, തുടർച്ചയായി 2ാം തവണയും സംസ്ഥാന അണ്ടർ 9 ഗേൾസ് ചാമ്പ്യനായ JR സാൻവി, മുതിർന്ന ചെസ് താരങ്ങളായ P ശ്രീരാമൻ നമ്പൂതിരി, K രാജൻ മാസ്റ്റർ എന്നിവരെയും കാസർഗോഡ് ചെസ് താരങ്ങളെയും സമാപന വേദിയിൽ ആദരിക്കും. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് P ശ്രീധരൻ ചൂട്ടക്കാട്ട്, കൺവീനർ CM ബൈജു, സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റി അംഗം VN രാജേഷ്, ചെസ് പാരന്റ്സ് ഫോറം KS ജിഷ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.